ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിച്ചത് ഐന് എന്നുള്ളൊരു ലെറ്റർ ആയിരുന്നു അല്ലേ. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ലൈനിൽ ഒരു സ്മോൾ സി എഴുതി, ദെൻ അതിന് താഴേക്ക് ഒരു ബിഗ് സി വരച്ചു. ഐന് അല്ലേ. ഐനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഐന് ഒരു വേർഡിന്റെ ഫസ്റ്റിലും സെന്ററിലും ലാസ്റ്റിലും വരുമ്പോൾ 3 രൂപത്തിലാണ്. അതാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സി എഴുതി, ഓക്കെ. ഇതാണ് ഫസ്റ്റ് രൂപം. ഒരു വേർഡിന്റെ ആദ്യത്തെ ലൈന് വരുമ്പോൾ ഈ രൂപത്തിലായിരിക്കും. രണ്ടാമത്തെ രൂപം ഇങ്ങനെ വന്നു. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെരിവ് കണ്ടില്ലേ നിങ്ങളൊരു ചെരിവ്. ആ ചെരിവ് പിന്നെ നേരെ മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോയതിനു ശേഷം അതേ പോയിന്റിലേക്ക് തന്നെ താഴെ ശേഷം നമ്മൾ നേരെ വരും. ഇതാണ് സെന്റർ. ഒരു വേർഡിന്റെ നടുക്കില് അതിന് വരുന്ന രൂപം. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു വേർഡിന്റെ അവസാനത്തില് അതിന് വരുന്ന രൂപം സെയിം ആണ്. ജസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞു, നേരെ മുകളിൽ പോയി, അതേ പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് വന്നു, ഒരു സി ഇതുപോലെ. ഈ 3 രൂപമാണ്. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ വേർഡിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അതിന് ആദ്യത്തിൽ വന്നൊരു വേർഡ് എഴുതുന്നു. കണ്ടോ, എന്താ വായിക്കുക, അയിന് അല്ലേ. ഇതില് ആദ്യത്തിലാണ് അയിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സെന്ററിൽ വരുന്ന ഒരു വേർഡ് ആണോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സാർ അയിന് എഴുതിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വായിക്കുക, സിറുൻ അല്ലേ. ഇവിടെ അയിന് കറക്റ്റ് വേർഡിന്റെ സെന്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം വരുന്ന ഐനിന്റെ രൂപം ആ വേർഡിലേക്ക് കടക്കാം. ദാലിന് ഫത്ത് കൊടുക്കുന്നു, സുക്കൂൻ, ഐനിന് തന്മീൻ. എന്ത് വായിക്കുക, ദംഉൻ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ രൂപത്തിൽ തന്നെ അവസാനം ഐന് വന്നതായിട്ടുണ്ടോ. ഓക്കെ. നമ്മൾ ആദ്യമായി ഐന് പരിചയപ്പെടുത്തി. ശേഷം ഐനിൻ്റെ 3 രൂപങ്ങൾ. ഐന് ആദ്യത്തിൽ, ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വരുന്ന രൂപം. രണ്ടാമത് ഐന് ഒരു വേർഡിൻ്റെ സെൻറ്ററിൽ വരുന്ന രൂപം. മൂന്നാമത് ഐന് അവസാനത്തിൽ വരുന്ന രൂപം. പിന്നീട് ഐന് ആദ്യത്തിൽ വരുന്ന വേർഡ് എഴുതി. ഐന് ഫത്തഹ്, യാ സുക്കൂന്, നൂന് തൻവീൻ ലം, ഐനുൻ. ഇനി ഐന് സെൻറ്ററിൽ വരുന്ന വേർഡ് എഴുതി. സീന്, ഐന്, റാ. സീന് കസർ, ഐന് സുക്കൂന്, റാ തൻവീൻ ലം, സിയൂർ. ദാല്, മീമ്. ഐന് അവസാനത്തിൽ വരുന്ന രൂപം. ദാലിന് ഫത്തഹ്, മീമിന് സുക്കൂന്, ഐനിന് തൻവീൻ ലം, ദം.